ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 51 റിവ്യൂ ആണ്. സൗണ്ട് കൂടുതൽ നന്നായിട്ടുണ്ട് എന്ന് പല ആളുകളും അഭിപ്രായപ്പെട്ടു. നിങ്ങൾക്ക് നല്ല സൗണ്ട് ഈ ദിനങ്ങളിൽ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഏതായാലും സായിയുടെ സുഹൃത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയുടെയൊക്കെ വഴിപാടുകൾ ബലിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് സായി കിടിലൻ ഗെയിമായിരുന്നു. ഇന്ന് മലപ്പുറത്ത് താളമേളം പാട്ടും കുത്തുന്ന നാടിൻ്റെ ആഘോഷം. എത്ര നാൾ കാത്തിരുന്ന ഒരു കളിയാണ് സായി ഇന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. അതാണ് വേണ്ടത്. സായിക്ക് പറ്റുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അതാണ്. എവിടെയെങ്കിലും നൈസായിട്ട് ഇങ്ങനെ ഇരിക്കുക, നമ്മളിങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം ഒന്ന് ആലോചിച്ച് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോ അല്ലെങ്കിൽ കണ്ടൻറ്റോ ഇങ്ങനെ നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു സാധനം അങ്ങോട്ട് അടിച്ചങ്ങ് വിടും. അപ്പോൾ അവിടെ കയറും. അങ്ങനെ ഇന്ന് സായി പവർ ടീമിൽ കയറിപ്പറ്റിയിരിക്കുകയാണ്, പവർ ഗ്രൂപ്പിൽ കയറിപ്പറ്റിയിരിക്കുകയാണ് സായി നന്ദന്. ഇപ്പം നന്ദനയ്ക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് അവിടെ 4 പേര് ഇരിക്കുന്നത് കണ്ടില്ലേ, മറ്റേ ജാസ്മിൻ വിടുക, അല്ലാത്ത 4 പേര് ഇരിക്കുന്നത് കണ്ടില്ലേ, അവരിൽ എനിക്ക് വലിയ ഹോപ്പ് തോന്നി. സായി, സിജോ, അതേപോലെ തന്നെ ജിൻഡോ, നന്ദനയുടെ അവിടെ ആർക്കും ഇല്ലാത്ത ഒരു പ്രൊവോക്കിംഗ് ഗെയിമുണ്ട്. അതൊരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അത് എനിക്ക് അങ്ങനെയൊന്നും ക്ഷമയില്ലാത്തതുകൊണ്ട് ഈ നന്ദന പറയുന്നത് കേൾക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ ക്ഷമയോടെ ഇരിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അത്രയധികം മോശമായിട്ടുള്ള ഒരു പ്രൊവോക്കിംഗ് ആണ്. മോശം എന്ന് പറയുന്ന സമയത്ത് ഗെയിമിൽ അത് നന്ദനയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. സൈഡ് ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് കൂട്ടത്തിലുള്ള മജോറിറ്റിയെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു വൈബ് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അവരിലേക്ക് ഇങ്ങനെ ഒരു ടെലിപ്പതി സിഗ്നൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ജിൻഡോയുടെ കേസ് എന്ന് പറഞ്ഞാൽ ജിൻഡോ ഇന്ന് രാവിലെ രതീഷിനോട് പറഞ്ഞതുപോലെ ഒരു നാട്ടുരാജാവ് വൈബൊക്കെയാണ്. ഇപ്പോൾ സിജോയ്ക്ക് മാത്രമാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഈ സമയത്ത് പറ്റാഞ്ഞത്. അതേപോലെ സിജോ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും താൻ എന്ത് ഗതികേട് പിടിച്ച സമയത്താണോ കാട്ടതി എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞത്. അതിപ്പം തനിക്കെതിരെ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കപട വീരവാദം. ഇന്ന് ബിഗ് ബോസ് തന്നെ ആ ഒരു വേർഡ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ചിരി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ചില മുഹൂർത്തങ്ങളൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. എപ്പിസോഡ് റിവ്യൂയിലേക്ക് മാത്രമായി പോയി കഴിഞ്ഞാൽ കണ്ണാരെ കണ്ണാരെ എന്നുള്ള പാട്ടിട്ടിട്ടാണ് ഇന്നത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. ഈ മോർണിംഗ് ആക്ടിവിറ്റി എനിക്ക് മിസ്സായി. ഇന്ന് ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഞാൻ രാവിലെ നോക്കിയ സമയത്തൊന്നും മോർണിംഗ് ആക്ടിവിറ്റി ഒന്നും കണ്ടില്ല. വളരെ ദീർഘനേരം, ഏകദേശം ഒരു 10-11:30 വരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അവിടെ ഇവിടെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. രതീഷ് രാവിലെ തന്നെ കിച്ചണിൽ ആക്റ്റീവായി. രതീഷ് വളരെ രസകരമായിട്ട് ഒരു ചെറിയ ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ഹിൻഡ് കൊടുക്കുന്ന പരിപാടിയൊന്നും സായിനെ പോലെ രതീഷ് ചെയ്യുന്നില്ല. രതീഷ് പല ആളുകളെയും അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ചില ആളുകളുടെ ഗെയിമിനെ കുറിച്ചിട്ട് അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്. മറ്റു ചില ആളുകളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ആരാണ് മികച്ച ഗെയിമർ, അല്ലെങ്കിൽ ഇതുവരെ മാന്യമായിട്ട് അല്ലെങ്കിൽ ജെന്യുവനായിട്ട് ഗെയിം കളിച്ചത് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഗബ്രിക്ക് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. ഗബ്രി ഇത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. ജിൻഡോയ്ക്ക് കൂടുതൽ ഒരു പവർ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ ഒരു നല്ല ഗെയിമറാണ് എന്നുള്ളത് രതീഷ് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോയ്ക്ക് ആ ഒരു വൈബ് കിട്ടി. വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു വൈബ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജിൻഡോ സ്വതവേ ചില സമയങ്ങളിൽ രതീഷിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കാത്തതുപോലെയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. റസ്മിൻ ശ്രീധുവിന്റെ കയ്യിൽ നിന്ന് ക്യാപ്റ്റൻസി ബാഡ്ജൊക്കെ വാങ്ങി ധരിച്ച് ക്യാപ്റ്റനായിട്ട് അധികാരം ഏറ്റെടുക്കുകയാണ്. ചില മാറ്റങ്ങളൊക്കെ റസ്മിൻ ഹൗസിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിനുശേഷം ബിഗ് ബോസ് ഒരു കാര്യം അനൗൺസ് ചെയ്യുകയാണ്. പ്രേക്ഷകരിൽ പല ആളുകളും അഭിപ്രായപ്പെടുന്നു പവർ ടീം ഇൻവെസിബിൾ ആണ്. എനിക്കും മറുത്തൊരു അഭിപ്രായമില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു. അതുകൊണ്ട് തന്നെ പവർ ടീമിലെ 2 ആളുകൾ ഇപ്പോൾ തന്നെ പുറത്തേക്ക് പോകണം. പുറത്തേക്ക് പോയതിന് ശേഷം 2 ആളുകൾ അകത്തേക്ക് കയറണം എന്നുള്ളതാണ് പ്ലാൻ. അകത്ത് കയറണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ആദ്യം പറയുന്നില്ല. അങ്ങനെ പുറത്ത് പോവേണ്ടത് ആരാണ് എന്നുള്ള ഡിസ്കഷൻ അവിടെ നടക്കുകയാണ്. ഗബ്രിയുടെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പുള്ളിയോട് ഇഷ്ടം തോന്നി. കാരണം പുള്ളിക്കാരന് തിരിച്ച് പവർ ടീമിലേക്ക് കയറാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഋഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷി തനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള തോന്നലിലാണ് സ്വയം പുറത്തേക്ക് പോകാമെന്ന് പറയുന്നത്. ശ്രീരേഖ ചേച്ചി വേണം, ശരണ്യ പിന്നെ പോവില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ്. ഗബ്രി പറയുന്നത് ഞാൻ പോവാം, ബാക്കി എല്ലാ ആൾക്കാരും നിന്നോട്ടെ, എനിക്ക് തിരിച്ച് കയറി വരാൻ വേണ്ടി പറ്റും. ഗബ്രിക്ക് ഇപ്പോൾ പവർ ടീമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. എന്നാലും അവർ ആ ഒരു രീതിയിൽ തീരുമാനമെടുത്ത് ഗബ്രിയും ഋഷിയും പുറത്തേക്ക് പോവുകയാണ്. അതിനുശേഷം പവർ ടീമിൽ കയറാൻ താല്പര്യമുള്ള ആളുകളെ ബിഗ് ബോസ് ചോദിക്കുകയാണ്. സിജോ, ജിൻഡോ, സായി, നന്ദന, ജാസ്മിൻ എന്നിവർ എഴുന്നേൽക്കുന്നു. അവർക്ക് ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്ക് കൊടുക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനും ചേർന്നിരിക്കുക, എന്നിട്ട് ഓരോ ആളുകളെ ഓരോ ഘട്ടത്തിലായിട്ട് പുറത്താക്കുക. അതിലെ ഗ്രൂപ്പ് ചേർന്നിട്ട് ഗെയിം കളിക്കാം. ജാസ്മിൻ പിന്നെ രാവിലെ എഴുന്നേറ്റ പടി തന്നെയാണെന്ന് തോന്നുന്നു ഇന്നത്തെ ദിവസം മൊത്തം കൊണ്ടുപോയത്. അപ്പോൾ ജാസ്മിൻ ഇങ്ങനെ ഉറക്കപ്പിച്ചിലൊക്കെ വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ജാസ്മിനെ എല്ലാവരും കൂടെ ആദ്യം തന്നെ പുറത്താക്കുക എന്നുള്ളത്. എന്നാലും ഗെയിം സ്പിരിറ്റ് ഒന്ന് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെ കേട്ടോ. അപ്പോൾ ജാസ്മിനെ ആദ്യം തന്നെ പല ആളുകളും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പുറത്താക്കുകയാണ്. അപ്പോൾ ജാസ്മിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളിൽ സിജോ പറഞ്ഞ് എനിക്ക് അത്രയധികം ക്ലിയർ ആയിട്ട് തോന്നിയില്ല. അത്രയധികം മോശമായിട്ടുള്ള ഒരാളെന്നോ, അങ്ങനെ ഒരാൾ പവർ ടീമിലേക്ക് തെറ്റുകൾ ചെയ്തിട്ടുള്ള ഒരാൾ പവർ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഒത്തിരിയധികം കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ജാസ്മിൻ ഔട്ട് ആവുന്നു. ഇപ്പോൾ ജിൻഡോയ്ക്കെതിരെ എപ്പോഴും പറയുന്നു, ഇപ്പം നന്ദനെ കൂടുതൽ ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ തമ്മിൽ ആ ഒരു ഗെയിമേഴ്സ് എന്ന് പറയുന്ന ഒരു ഐക്യം ഉണ്ട് താനും.
അപ്പം നന്ദന പറയുന്നത് ജിൻഡോ കഥകൾ ഉണ്ടാക്കുന്നു, തന്നെ കുറിച്ചിട്ട് കഥകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല രീതിയിൽ ജിൻഡോനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ജിൻഡോയുടെ കയ്യിൽ നിന്ന് ഒരു വാക്ക് അറിയാതെ പുറത്തേക്ക് പോയി. പവർ ടീമിൽ ഇപ്പോൾ ആണുങ്ങളില്ല, നമ്മൾ ആണുങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു പവർ ടീം പവർ ആവത്തുള്ളൂ, അപ്പോൾ ഫിസിക്കൽ ഗെയിമിലൊക്കെ അങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേനും എല്ലാവരും കൂടെ ചാടി വീണു. മറ്റേ നന്ദന, അതേപോലെ തന്നെ സായി, സിജു എല്ലാം കൂടെ ചാടി വീണു. അത് വേണമെങ്കിലും ഒരു ഗെയിമർക്ക് അത് വേണമെന്നുണ്ടെങ്കിലും മാറ്റിയെടുക്കാം. ഇപ്പം പവർ ടീമിൽ ഇപ്പം ജിൻഡോയ്ക്ക് എന്താണ് പറഞ്ഞ കുഴപ്പം? പവർ ടീമിൽ 2 ആണുങ്ങൾ വേണമെന്ന് ജിൻഡോയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഈ തുല്യത എന്ന് പറയുന്നത് അതിനകത്ത് ഈ സ്ത്രീ പുരുഷ അനുപാതത്തിലും വേണമല്ലോ. അപ്പോൾ സ്ത്രീ പുരുഷ അനുപാതമാണ് താൻ ഉദ്ദേശിച്ചത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് തരികയൊക്കെ തപ്പായിരുന്നു. പക്ഷേ സ്ത്രീകളുടെ ശക്തിയെ കുറിച്ചിട്ട് പറഞ്ഞു പോയതുകൊണ്ട് അത് വേറൊരു രീതിയിലേക്കായി. അങ്ങനെ ജിൻഡോ ഔട്ടായി. പൊളിറ്റിക്കൽ കറക്റ്റ്നസ് പറഞ്ഞിട്ടാണ് ജിൻഡോയെ ഔട്ടാക്കുന്നത്. പക്ഷെ നന്ദന പറയുന്ന പല കാര്യങ്ങളും പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനുശേഷം നന്ദന ആൻഡ് സായി നമ്മുടെ സിജോനെ പുറത്താക്കുകയാണ്. സിജോ വന്നപ്പോൾ ഒരു ഡയലോഗ് പറയുകയും ചെയ്തു. സിജോ പുറത്തു പോയിട്ട് വന്നിട്ട് കുറച്ച് വെല്ലുവിളികൾ നടത്തുകയും ചെയ്തു. അത് സിജോയ്ക്ക് വലിയ പാരയാണ്. അപ്പം സായിയൊക്കെ പറയുന്നത് ഒന്ന് പുറത്തു പോയിരുന്നു നോക്കൂ, ജനവിധിയൊക്കെ അറിയാമല്ലോ, പുറത്തേക്ക് പോയിട്ട് വന്നതല്ലേ. അങ്ങനെ സിജോ ഔട്ടാവുന്നു. സിജോയുടെ അടുത്ത് ബാക്കിയുള്ള ആളുകൾ കളിക്കുന്ന കളി എനിക്ക് നൈസായിട്ട് തോന്നി. കാരണം സിജോയ്ക്ക് സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ സിജോ കയറും. അപ്പോൾ സ്പേസ് കൊടുക്കാതിരിക്കാനായിട്ട് പവർ ടീം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലത്. ഇപ്പോൾ സിജോ തിരിച്ചു വരുന്ന സമയത്ത് സിജോയുടെ പുറകെ ആൾ കൂടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. സിജോയ്ക്ക് അങ്ങനെ ആളെ കൂട്ടാൻ പറ്റുന്ന ഒരു ഗെയിം കളിക്കാൻ അവസരം ഉണ്ടായിരുന്നു. സിജോ അത് നഷ്ടപ്പെടുത്തി. സിബിൻ വന്ന സമയത്ത് ആ കളിയാണ് കളിച്ചത്. അത് നൈസ് കളിയായിരുന്നു. അത് വേറെ ചില രീതിയിൽ ഡൈവേർട്ടായി പോയതുകൊണ്ടാണ് അത് നമുക്ക് ഗുണപ്പെടാതെ പോയത്. ശരിക്കും സിജോയ്ക്ക് ആ കളി കളിക്കായിരുന്നു. സിജോ അത് കളിച്ചില്ല. അപ്പോൾ ശരിക്കും നൈസായിട്ട് സായിയും നന്ദനയും കൂടെ സിജോനെ പുറത്താക്കുന്നു. അങ്ങനെ പവർ റൂമിൽ സായിയും നന്ദനയും എല്ലാം കൂടെ കയറുകയാണ്. ഇപ്പോൾ സായി പവർ റൂമിൽ കയറിയിട്ട് ഒരു മണ്ടത്തരം കാണിച്ചു. സായി എന്തുകൊണ്ടാണ് ആ വിഡിതരത്തിന് കൂട്ടുനിന്നെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം സായി അനൗൺസ് ചെയ്യുകയാണ്, നമ്മളൊരു പുതിയ പരിഷ്കാരം കൊണ്ടിരിക്കുകയാണ്. എപ്പിസോഡിലില്ല, പുതിയ പരിഷ്കാരം കൊണ്ടിരിക്കുകയാണ്. ഡ്യൂട്ടി സമയത്ത് ഹൗസിലെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ഡ്യൂട്ടി ചെയ്യുമല്ലോ. ഡ്യൂട്ടി സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സാർ മേഡം എന്നൊക്കെ വിളിക്കണം. പവർ ടീമിനെയാണോ വിളിക്കേണ്ടത് എന്ന് ഞാനിങ്ങനെ ആദ്യം ആലോചിച്ചു. അല്ല, എല്ലാ ആൾക്കാരും അങ്ങനെ സാർ മേഡം, അപ്സര മേഡം, ഗബ്രി സാർ എന്നൊക്കെ വിളിക്കണമെന്ന് ഇങ്ങനെ ഒരു ഉത്തരവിറക്കുകയാണ്. അതിനിടയ്ക്ക് ശരണ്യ പറയുന്നുണ്ട് പുറത്തൊക്കെ എല്ലാവരും അങ്ങനെ വിളിക്കുന്നുണ്ട്. പുറത്ത് അങ്ങനെയല്ല വിളിക്കുന്നത്, ഇന്ത്യയിൽ മാത്രമുള്ളെന്ന് തോന്നുന്നു എനിക്ക് ഈ സാർ മേഡം എന്നൊക്കെ വിളിച്ചിട്ട് വർത്താനം പറയുന്നത്. ഞാൻ ഈ ഒരു കാര്യത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടതായതുകൊണ്ട് എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഞാനൊരു US കമ്പനിയിൽ ദുബായിലായിരുന്ന സമയത്ത് ജോലി കയറി. അവിടെ ചെന്നപ്പോഴത്തേന് നമുക്ക് ഈ സാർ മേഡം എന്നല്ലാതെ വേറെ വായിൽ വരുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് അവിടെ എല്ലാ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരാണ് വിളിക്കുന്നത്. അപ്പം 10-60 വയസ്സുള്ള ആളെയും എല്ലാവരെയും പേരാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ 1-2 ദിവസങ്ങൾ കൊണ്ട് അത് സ്വായത്തമാക്കി എല്ലാ ആൾക്കാരുടെയും പേരൊക്കെ പഠിച്ചു. ആ ഒരു പേര് വിളിക്കുമ്പോൾ നമ്മുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു പേര് വിളിക്കുമ്പോഴാണ് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുക. നമ്മളുടെ ആ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. അപ്പം ശരണ്യ പറയാണ് പുറത്തൊക്കെ അങ്ങനെയാണ് വിളിക്കുന്നത്, നമ്മളും അങ്ങനെ വിളിച്ച് പഠിക്കണം, സാർ മേഡം എന്നൊക്കെ വിളിക്കണം. ചെറിയ പോലുള്ള ആളുകളൊക്കെ അത് ചോദ്യം ചെയ്യുന്നുണ്ട്, അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പാളിപ്പോയി, പിന്നീട് അത് വർക്കായില്ല എന്ന് എനിക്ക് തോന്നുന്നു. ലൈവിൽ കുറച്ച് ഇടയ്ക്ക് കണ്ടതാണ്. റസ്മിൻ ഗ്രൂപ്പുകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഋഷിയെ ടണൽ റൂമിലേക്ക് ഇടുന്നു, ഗബ്രിയെ നെസ്റ്റിലേക്ക് ഇടുന്നു, ശ്രീധുനെ ഡെന്നിലേക്ക് ഇടുന്നു. റൂം മാറുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. ഡെൻ ടീം എഗെയിൻ കിച്ചൺ ഡ്യൂട്ടിയാണ്. ജാസ്മിനാണ് ക്യാപ്റ്റൻ. അതുപോലെ ലാലേട്ടൻ പറഞ്ഞായിരുന്നല്ലോ പ്രേക്ഷകരുടെ താല്പര്യപ്രകാരം കിച്ചണിൽ ജിൻഡോയും ജാസ്മിനും നിൽക്കണം എന്നുള്ളത്. ടണൽ ബാത്റൂമിലാണ്, അഭിഷേകാണ് അതിൻ്റെ ക്യാപ്റ്റൻ. നെക്സ്റ്റ് ഫ്ലോറാണ്, സിജോ ആണ് അതിൻ്റെ ക്യാപ്റ്റൻ. പിന്നെ കളർ കോഡ് നൽകി, എന്തിനാണ് എന്നുള്ളത് എനിക്കറിയില്ല. ഓരോ ടീമിന് ഒരു കളർ കോഡ് ബിഗ് ബോസ് കൊടുക്കുകയുണ്ടായി. പവർ ടീമിൻ്റെ കളർ പച്ച, ടണലിന് ചുവപ്പ്, ഡെന്ന് മഞ്ഞ, നെസ്റ്റിന് നീല കളർ. ഇതൊന്നും എപ്പിസോഡിന് ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രധാനപ്പെട്ടതായി ഉണ്ടായിരുന്നത് നോമിനേഷൻസ് ആയിരുന്നു. ഇന്ന് നോമിനേഷൻസ് കഴിഞ്ഞപ്പോഴത്തേന് ബിഗ് ബോസ് എല്ലാ ആൾക്കാരുടെയും കാരണങ്ങൾ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഞാനത് നോട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കാം. ഞാൻ എന്തൊക്കെയായിരുന്നു കോമൺ കാരണങ്ങൾ എന്നുള്ളത് പറയാം. പവർ ടീമിന്റെ ഡയറക്റ്റ് നോമിനേഷനിൽ വരുന്നത് ജാസ്മിനാണ്. സായി വ്യക്തമായിട്ട് പറയുന്നുണ്ട് നല്ല പ്രോപ്പർ റീസൺ വേണം. ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അതിനകത്തൊക്കെ വരും, നമ്മുടെ നോമിനേഷനിൽ പ്രോപ്പർ റീസൺ വേണം. അപ്പോൾ ജാസ്മിൻ്റെ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഡ്യൂട്ടി ചെയ്യാതിരിക്കൽ പരിപാടികളൊക്കെയാണ് നോമിനേഷനിലേക്ക് ജാസ്മിനെ കൊണ്ടുവന്ന് എത്തിച്ചത്. അതിനുശേഷം നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അൻസിബ 7 വോട്ടുകളോടെ നോമിനേറ്റഡ് ആയി. അപ്പോൾ അദ്ദേഹത്തിന് പോകണം എന്ന് പറഞ്ഞ് വല്ലാത്തൊരാഗ്രഹമാണ്. ഇന്നലെ ലാലേട്ടൻ സേവ് ചെയ്ത സമയത്തും കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ സേവ് ചെയ്ത സമയത്തും അൻസിബ പുല്ല് ഇനിയിരിക്കണം ഒരാഴ്ച എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. ഇന്നലെ മുഖഭാവം മാറി കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്ന ഒരു മുഖഭാവത്തിലേക്ക് വന്നു. അർജുന് 3 വോട്ടുകൾ, കാരണം അറിയാമല്ലോ ഇൻവിസിബിൾ ആണ്, മൊത്തത്തിൽ ആക്റ്റീവ് അല്ല എന്നുള്ള കാരണമാണ്. ജിൻഡോ 7 വോട്ടുകളോടെ നോമിനേറ്റഡ് ആയി. അദ്ദേഹം മറ്റേ ഗെയിമിലൊക്കെ ഫിസിക്കലായിട്ട് എന്തോ ചെറിയ പരിപാടിയൊക്കെ ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഗെയിമിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരുത്തനാണ് എന്നൊക്കെ ശ്രീരേഖ പറയുന്നുണ്ട്. ഋഷി 4 വോട്ടുകളോടെ നോമിനേറ്റഡ് ആയി, ആക്റ്റീവ് അല്ല, അൻസിബയുടെ നാവാണ്.
വേറെ ആർക്കും വേണ്ടി മിണ്ടില്ല. പേഴ്സണൽ ഗ്രഡ്ജ് ജിൻഡോയോടുണ്ട് എന്നൊക്കെ ജിൻഡോ പറയുന്നു. ഗബ്രി 5 വോട്ടുകളോടെ നോമിനേറ്റഡ് ആവുന്നു. ഗബ്രിയുടെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സേഫ് പ്ലേയും അതേപോലെ തന്നെ മറ്റേ ജിൻഡോയുടെ മുഖത്ത് പിടിച്ച് മാന്തിയതൊക്കെയാണ് ഇവരുദ്ദേശിക്കുന്നത്. സിജോ 2 വോട്ടുകളോടെ നോമിനേറ്റഡ് ആവുകയാണ്. മറ്റേ കപട വീരവാദം, കാട്ടുതീ കാട്ടുതീയാണ് സിജോയ്ക്കെതിരെ തിരിച്ചടിച്ചത്. നോറ 3 വോട്ടുകളോടെ നോമിനേറ്റഡ് ആവുകയാണ്. വിക്ടിം കാർഡ് ഇറക്കി കളിക്കുന്നു. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ സായി പറയുന്നുണ്ട്. ഇതിനുശേഷം ചൂരൽ കഷായം ടാസ്ക് ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസകരമായിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അപ്പോൾ റസ്മിനാണ് തുടങ്ങുന്നത്. കണ്ണ് കെട്ടിയിട്ട് ഒരാളെ അടിക്കണം. അങ്ങനെ അടികൊണ്ട ആള് പിന്നീട് കണ്ണ് കെട്ടി ബാക്കി ആൾക്കാരെ അടിക്കണം. ഒരു വൃത്തത്തിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. വൃത്തത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ഔട്ട്. അങ്ങനെ അവസാനം നിലനിൽക്കുന്ന ആള് ജയിക്കും. അപ്പോൾ ആ ഒരു ഗെയിമിൽ അവസാനം മറ്റേ ശ്രീതു അപ്സരയൊക്കെ ആയിട്ട് മിച്ചം വരുന്നുണ്ട്. അപ്പോൾ അപ്സര ജയിക്കുകയാണ്. ഇതിനുശേഷമാണ് മറ്റേ ജിൻഡോ കൊളുത്തിവിട്ട ഒരു സാധനം അവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. ഗബ്രി ആൻഡ് ജാസ്മിൻ അങ്ങോട്ടും ഇങ്ങോട്ടും വൻ വിഷയം. ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ടാസ്കിൽ, ഡേഞ്ചർ കോയിൻ ടാസ്ക് അല്ലേ, അതിൽ ടീമിൽ ശ്രീതു ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പൊളിച്ചടിക്കാനും എന്നൊക്കെയുള്ള ഒരു അഭിപ്രായമാണ്. ഞാനത് മുഴുവൻ കേൾക്കാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല. അങ്ങനെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അടിയൊക്കെയാണ്. പിന്നെ പിണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പൊട്ടിത്തെറിച്ച് പോകുന്ന ജാസ്മിനെയാണ് ഞാൻ എപ്പിസോഡിൽ കണ്ടത്. ഇതിനിടയിൽ ലൈവിൽ എപ്പോഴോ കേട്ടതാണ്, പവർ ടീം ഒരു സോങ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ്, ഞങ്ങളുടെ പവർ കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ റൂമിൽ പാട്ടിടൂ. അപ്പം ആ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. മറ്റേ വൈകിട്ട് ഒരു ബൊമ്മ പാട്ടൊക്കെ പ്ലേ ചെയ്യുകയുണ്ടായി. അതാണ് എപ്പിസോഡിൻ്റെ അവസാനം നിങ്ങൾ കണ്ടത്. പുറത്ത് വേറെ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഷോയുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ചിട്ടൊക്കെ ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോവാതിരുന്നാൽ നല്ലതെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. നന്ദി.